ജഹ്റാന പള്ളിയിൽ നിന്ന് ഇഹ്റാം ചെയ്തതിന് ശേഷം ത്വാഫ് ചെയ്യാനായിട്ട് കഅബ ഷരീഫിൻ്റെ അടുത്ത് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സായി ആരംഭിക്കും. ഈ കാണുന്നതാണ് സൊഫ മല. അതിൻ്റെ തൊട്ട് അപ്പുറത്ത് ഓപ്പോസിറ്റായിട്ടാണ് മറുവ മല വരുന്നത്. ഈ സൊഫയുടെയും മറുവയുടെയും ഇടയിലൂടെ നമ്മൾ 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അതാണ് സായി എന്ന് പറയുന്നത്. സായൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ മുടി മുറിച്ചിട്ട് നമ്മൾ ഉംറയിൽ നിന്ന് വിരമിക്കുക. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ ഇഹ്റാം ചെയ്യാനും വേണ്ടിയിട്ട് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന പള്ളിയുടെ പേരാണ് ആയിഷ പള്ളി. ഈ കാണുന്നതാണ് ആയിഷ പള്ളി. ആയിഷ പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹെറം എൻഡ് ചെയ്യുന്ന ആ ഭാഗത്താണ് ആയിഷ പള്ളി ഉള്ളത്. ഈ ബോർഡ് കണ്ടോ നിങ്ങൾ? ഹെറം സ്റ്റാർട്ട്സ് ഹിയർ, ഹെറം എൻഡ്സ് ഹിയർ. ഹെറം എൻഡ് ചെയ്യുന്ന ഭാഗത്താണ് ആ പള്ളി ഉള്ളത്. തൊട്ടിപ്പുറത്ത് തന്നെ ഹെറം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ പിന്നെയും കുറേ പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഈ കാണുന്നൊരു പള്ളി ഉണ്ടല്ലോ, ഈ കാണുന്ന പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ഖൈഫ്. ഈ പള്ളി ഹജ്ജിൻ്റെ സമയത്ത് മാത്രമേ തുറക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ 3 വഖത്ത് നിസ്കാരങ്ങൾ മാത്രമേ നിസ്കരിക്കുകയുള്ളൂ, അതും ജമാഉം കസറുമായിട്ടുള്ള നിസ്കാരങ്ങൾ. ഇമാം സുഹരി റഹിമഹുമുള്ളയുടെ ഖബറും 70,000 അമ്പിയാക്കളുടെയും ഖബറും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. ഈ കാണുന്ന ജംറയാണ് കേട്ടോ. 3 ജംറകളുണ്ട്. നമ്മൾ ഹജ്ജിന് കല്ലെറിയുന്ന സ്ഥലമാണ്. നമ്മളിപ്പോൾ ത്വായിഫിലോട്ടാണ് കേട്ടോ യാത്ര പോയോണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു ടോർച്ച് പോലത്തെ ഒരു സാധനം കാണാൻ പറ്റുമല്ലോ. അതിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്, ഹെറം ഷുഹദാ എന്നാണ് ആ പള്ളിയുടെ പേര്. ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ 1977 സൗദി അറേബ്യന് കുറച്ച് ശത്രുതയിൽ കഴിയുന്ന ഇറാനിലെ ആൾക്കാർ കഅബ പിടിച്ചെടുക്കാനും വേണ്ടിയിട്ട് അവർ മയ്യത്ത് പോലെ കിടന്ന് നമ്മൾ മയ്യത്തിനെ മൂടി വെക്കുമല്ലോ സാധാരണ. അപ്പം ഇവിടെ 1977 ശേഷം ഇവിടെ ഒരു മയ്യത്തും മൂടി വെക്കാറില്ല. ആ മൂടി വെക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇറാനിലെ ആൾക്കാർ ഇങ്ങനെ മരിച്ച പോലെ കിടന്നിട്ട് ഗണ്ണുകളും ഒക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഹറമിൽ കയറിയിട്ട് വെടിവെപ്പ് നടത്തി. ആ ഒരു സമയത്ത് 100 ചില്ലാനം ഹാജിമാർ ഷഹീദായി. അവരെ മറവ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ആ ഭാഗം. ഈ പോകുന്ന യാത്ര ത്വായിഫിലോട്ടാണ് കേട്ടോ. ത്വായിഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ വരുന്നത് നബി തങ്ങളെ കല്ലെടുത്ത് എറിഞ്ഞിട്ടുള്ള ഒരു സമുദായം എന്ന നിലയിലായിരിക്കും നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കുന്നത്. ത്വായിഫ് നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നബി തങ്ങളുടെ ഉമ്മാൻ്റെ നാട്, ഉമ്മാൻ്റെ ബന്ധുക്കളുടെ നാട് എന്ന് പറയുന്നത് ത്വായിഫിലാണ്. അതുകൊണ്ട് തന്നെ മഹ്ശറയ്ക്ക് ആദ്യം വിചാരണക്കെടുക്കുന്ന സമുദായം മദീനക്കാരാണ്. രണ്ടാമത് വിചാരണക്കെടുക്കുന്ന സമുദായം എന്ന് പറയുന്നത് ത്വായിഫാണ്. അതുപോലെ തന്നെ നബി തങ്ങളെ മുലയൂട്ടി വളർത്തിയ ഹലീമ ബീവിൻ്റെ നാടും ത്വായിഫിൽ തന്നെയാണ്. ലംറത്തും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആടിനെ മേയ്ക്കാൻ പോയ സമയത്ത് മലക്കുകൾ മനുഷ്യൻ്റെ രൂപത്തിൽ വന്നിട്ട് നബി തങ്ങളുടെ ഹൃദയം ശുദ്ധീകരിച്ചു എന്ന് പറയുന്ന ആ ഒരു ചരിത്രം നടന്നതും ത്വായിഫിൽ വെച്ച് തന്നെയാണ്. നബി തങ്ങൾ ത്വായിഫിൽ ഇസ്ലാം പ്രചരിപ്പിച്ചപ്പം അവിടുത്തെ കുട്ടികളടക്കം നബി തങ്ങളെ കല്ലെടുത്തെറിഞ്ഞു. ആ ഒരു സമയത്ത് ഉത്ബത്തും ഷെയ്ബത്തും അവർക്കൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അപ്പം അവിടെ ജോലി ചെയ്യുന്ന ഹദ്ദാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഈ കുറച്ച് മുന്തിരി ആ ഏറ് കൊള്ളുന്ന ആൾക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്ന് അവരുടെ ഉടമസ്ഥൻ പറഞ്ഞു. അപ്പം നബി തങ്ങൾക്ക് ഈ മുന്തിരിയും കൊണ്ട് ഹദ്ദാസ് റളിയല്ലാഹു അൻഹു കൊണ്ടുകൊടുത്തു. ആ ഒരു സമയത്ത് നബി തങ്ങൾ ചോദിച്ചു, ഹദ്ദാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നാട് എവിടെയെന്ന്. അങ്ങനെ എൻ്റെ നാട് നീനവയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് നീനവയിൽ ഒരു സുഹൃത്തുണ്ടെന്ന് പറഞ്ഞു, യൂനുസ് നബി അലൈഹിസ്സലാം. അപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യം വിഴുങ്ങിയ ആ ഒരു കഥ ഹദ്ദാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പം ആ ഒരു കഥ കേട്ടിട്ട് ഹദ്ദാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി. നബി തങ്ങൾ അവിടുന്ന് മുന്തിരി കഴിച്ചതുകൊണ്ട് തന്നെ സുന്നത്താണല്ലോ നമുക്കും അവിടെ നിന്ന് മുന്തിരി കഴിച്ചാൽ. അപ്പം ആ മുന്തിരി കഴിക്കാനും നമ്മൾ പോകുന്നുണ്ട് അങ്ങോട്ട്. നിങ്ങൾ ഈ കാണുന്നില്ല, ഒരു പുല്ല് വെച്ചിട്ട് ഒരു ഭിത്തി മാതിരി ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നാണ് ത്വായിഫുകാർ നമ്മളെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എറിയാൻ തുടങ്ങിയ സ്ഥലം എന്ന് പറയുന്നത്. ഇവിടുന്ന് തൊട്ട് ഇവിടുന്ന് കൊണ്ടിട്ട്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാണുന്ന ഒരു മലയുണ്ടല്ലോ, അങ്ങോട്ടാണ് നേരെ ഓടിയത് എന്നാണ് ചരിത്രം പറയുന്നത്. മല ആയതുകൊണ്ട് തന്നെ കയറാനും പറ്റൂലല്ലോ, കയറാനും ബുദ്ധിമുട്ട്, അത്രയും ബുദ്ധിമുട്ടിയിരുന്നു നബി തങ്ങൾ. ഈ കാണുന്ന ഒരു മിനാരുണ്ടല്ലോ, ഇതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അലി റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് നിർമ്മിച്ച മിനാരം എന്ന് പറയപ്പെടുന്നു. ഇനി നമ്മൾ പോകുന്നത് ആ മുന്തിരിത്തോട്ടം, മുന്തിരി കഴിച്ചു എന്ന് പറയുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടാണ് കേട്ടോ. ഇതാണ് നമ്മൾ എൻട്രി ചെയ്യാനുള്ള സ്ഥലം. ഇതിലൂടെ ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും. നബിതങ്ങൾ വിശ്രമിച്ചിരിക്കുന്ന സ്ഥലത്തോട്ട്, നബിതങ്ങളുടെ മേലോട്ട് ഒരു സ്ത്രീ ചപ്പ് ചവറ് എറിഞ്ഞു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ആളുകൾ നിൽക്കുന്ന ആ ഭാഗത്താണ് ആ പെണ്ണിൻ്റെ വീടും. പിന്നെ നബിതങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലം നിങ്ങൾ ഈ കാണുന്ന ഒരു സിമൻറ്റ് പോലെ കെട്ടിയ ഒരു സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലവുമാണ്. ഈ കാണുന്ന പള്ളി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയാണ്. അതായത് നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിൻ്റെ സഹോദരനായിട്ടുള്ള അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹിൻ്റെ ഖബറാണ് ഇവിടെ ഉള്ളത്. ഇനി ഈ കാണുന്ന പള്ളിയിൽ നിന്നാണ് നമ്മൾ ഉംറയ്ക്ക് വേണ്ടിയിട്ട് ഇഹ്റാം ചെയ്യാൻ പോകുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്തിട്ട് നമ്മൾ ഉംറയ്ക്ക് പോകുന്നുണ്ടല്ലോ, അതേ ഒരു പ്രതിഫലമാണ് ഇവിടുന്നും കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ അന്നത്തെ ഉംറയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ജബൽ നൂറിലോട്ടാണ് പോകുന്നത്. അന്ന് എനിക്ക് കുറച്ച് പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ജബൽ നൂറിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് പണ്ട് വേറൊരു വഴിയായിരുന്നു, അതിപ്പോൾ ക്ലോസ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഇപ്പം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇതുവരെ ക്ലോസ്ഡ് ആയിരുന്നു, ഇപ്പോൾ തുറന്നതാണ്. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ. ഇവിടെ തന്നെ പല പല ഷോപ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ വലിയൊരു മ്യൂസിയം ഉണ്ട് കേട്ടോ. മ്യൂസിയം അവിടെ നല്ല അടിപൊളി സ്റ്റോറീസ്, നമ്മളെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്റ്റോറീസൊക്കെ നമുക്ക് ഒരു കാർട്ടൂൺ ചിത്രമായിട്ട് നമുക്ക് അവർ കാണിച്ചു തരും. അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് ഉള്ളോട്ട് പോവാം. പിന്നെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് ക്യാമറാസൊന്നും അലൗഡ് അല്ല, നമ്മൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഇതെല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്, കാരണം നമുക്ക് സ്റ്റോറീസൊക്കെ നമ്മൾ മുന്നിലൂടെ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും, എല്ലാ ഭാഷകളും ഉണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മളെ ഹിറാ ഗുഹൻ്റെ ഒരു ചെറിയൊരു മോഡലാണ്. പിന്നെ മ്യൂസിയത്തിനുള്ളിൽ കുറേ എഴുത്തുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ കുറേ ചരിത്രങ്ങൾ, കുറേ ആളുകൾ എഴുതിയ കുറേ ലിപികളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഖുർആനുകളുണ്ട്, നൂലിനോടൊക്കെ എഴുതിയ ഖുർആനുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കൈകൊണ്ട് എഴുതിയ ഖുർആനുകളൊക്കെ ഉണ്ട് കേട്ടോ. Ça va être 30 ans qu'elle a mis pour se passer la fête à 10. Ça c'est നിങ്ങൾ ഈ കാണുന്ന ആ ലൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് വഴിയാണ് കേട്ടോ. അതിലൂടെ ഇങ്ങനെ കയറിയിട്ട് നല്ല മുകളിലോട്ട് എത്തണം. രാത്രി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇത് നമ്മൾ തുടക്കമായിട്ടുള്ളൂ കേട്ടോ, അതായത് മല കയറിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ഇവിടുന്ന് നമുക്ക് ക്ലോക്ക് ടവറൊക്കെ കാണാൻ പറ്റും. ഇനി ഇവിടുന്ന് ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ്, ഇനിയും കുറേ അങ്ങോട്ട് കയറാനുണ്ട്. അങ്ങനെ നമ്മൾ കയറി മുകളിലെത്തി. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നല്ല മുകളിലാണ് കേട്ടോ.
അപ്പം ഗുഹ ഇതിൻ്റെ കുറച്ച് താഴോട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇത് നല്ല ടോപ്പ് ഭാഗമാണ്. ഇവിടുന്ന് നമുക്ക് ക്ലോക്ക് ടവറും കാണാൻ പറ്റും, നമുക്ക് കഅബ ഷരീഫൊക്കെ കാണാൻ പറ്റും ഇവിടുന്ന്. രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഹിറാ ഗുഹയിലോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ ഇറങ്ങുമ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധിക്കണം, കാരണം ഒരു കണ്ണ് ജസ്റ്റ് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ വീണു പോകും, ഫുള്ള് കല്ലാണ്. അപ്പം ഈ ഒരു വേ ആണ് നമ്മൾ ഹിറാ ഗുഹയിലോട്ട് പോകാനുള്ളത്. നല്ല ഇടുങ്ങിയൊരു വഴിയാണ് കേട്ടോ. ഹിറാ ഗുഹയിൽ വെച്ചിട്ടാണ് നമ്മൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതാൻ പറഞ്ഞത്, ഇഖ്റ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു ഗുഹയിൽ നിന്നാണ് സൂറത്തുൽ അലക്ക് ഇറങ്ങുന്നത്. ഈ ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ പുറത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് വേറൊരു അറ കാണാം. ഈ കാണുന്ന ഒരു അറ ഉണ്ടല്ലോ, ഇവിടെ നിന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്ത് നിസ്കരിച്ചൊക്കെ ചെയ്തിരുന്നതെന്ന് പറഞ്ഞത്. ഇതിൻ്റെ അവിടുന്ന് തന്നെ നബി തങ്ങൾ കഅബ ഷരീഫ് ഒന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു എന്ന് പറയാറുണ്ട്. ഇതിൻ്റെ നല്ല മുകളിൽ, അതായത് ആ ഗുഹൻ്റെയും മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് എല്ലാവരും നിസ്കരിക്കലൊക്കെ ഉണ്ട്. നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ് കേട്ടോ. ഇവിടെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു സമാധാനം എന്നൊക്കെ പറയാം. അതായത് ഇവിടുന്ന് നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ കഅബ ഷരീഫ് ഇങ്ങനെ കാണാം. ആ വെളിച്ചും എല്ലാതും ഒരു മനസ്സിന് നല്ലൊരു കുളിർമ നൽകുന്ന ഒരു സ്ഥലമാണെന്ന് പറയാം.